Hi all, welcome back to Video Stop. പവി കെയർടേക്കർ ദിലീപേട്ടൻ്റെ പവിയേട്ടൻ, ഡയറക്റ്റഡ് ബൈ വിനീത് കുമാർ ആൻഡ് പ്രൊഡ്യൂസർഡ് ബൈ നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ. പിന്നെ അതിലെ മ്യൂസിക് മിഥുൻ മുകുന്ദൻ. പിന്നെ ഇതിലെ അഭിനയിച്ചിരിക്കുന്നത് അറിയാലോ, നമ്മുടെ ദിലീപേട്ടനുണ്ട്, പിന്നെ ജോണി ആൻ്റണി ഉണ്ട്, രാധിക ശരത് കുമാർ ഉണ്ട്, പിന്നെ നമ്മുടെ ധർമ്മചന്ദ് പാൽക്കാഠി, ഇവരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 5-6 നായികമാരുണ്ട്. ദിലീപേട്ടൻ്റെ ഒരു അതിശക്തമായിട്ടുള്ളൊരു കംബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ, തൊട്ട് മുന്നിറങ്ങിയ ഒരു 3-4 പടങ്ങൾ എയറിലായിപ്പോയി. അതിലൊന്നും ദിലീപേട്ടൻ ഒരു രാശി കണ്ടിട്ടില്ല. ഇത് ചെറിയ രീതിയിലൊരു പ്രതീക്ഷ അത്രയേ ഉള്ളൂ. പടം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ അധ്വാനത്തിൻ്റെ ഫലമാണെന്നറിയാം. നമ്മൾ കാണുന്നത് 1-2 ആൾക്കാർ മാത്രം അവരുടെ പേരിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമെങ്കിലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അതിൻ്റെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും. പക്ഷേ അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രമാത്രം ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതിലാണല്ലോ കാര്യം. അപ്പം ദിലീപേട്ടൻ നമ്മുടെ പഴയ ജനപ്രിയനാകാൻ ഒരു പരിധിവരെ കിടിഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല. പടം ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ദിലീപേട്ടൻ്റെ സ്ഥിരമായിട്ടുള്ള പടത്തിലുള്ള അതേ കോമഡി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ കോമഡിക്കൊന്നൊരു പുതുമല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 5-8 വർഷം മുമ്പുള്ള ആ ഒരു ടൈപ്പ് കോമഡി കാര്യങ്ങളൊക്കെ ഇപ്പം ചേഞ്ച് ആയില്ലേ. ഇപ്പോഴത്തെ സിനിമ തന്നെ അടിമുടി ചേഞ്ചായി ഒരു സാഹചര്യത്തിൽ പണ്ടത്തെ സംഭവങ്ങളൊക്കെ കൊണ്ട് പയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എൻ്റെ മുന്നേ ദിലീപേട്ട ഒന്ന് മാറ്റി പിടിക്കുമോ, പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കയറി വന്നാലേ ദിലീപേട്ടൻ്റെ രക്ഷയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പിന്നെ ഇതിൽ പടം കുഴപ്പമില്ല. പടം നമുക്കൊരു എന്താ പറയുക, ഒരു കൂൾ മൂഡിൽ കണ്ടിരിക്കാം. പക്ഷേ ഇതിലെവിടേക്കോ ദിലീപേട്ടൻ്റെ തന്നെ പടങ്ങൾ നമുക്ക് റിപ്പീറ്റേഷനായിട്ട് വരുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ബോഡി ഗാർഡാണെങ്കിലും ചില സമയത്ത് ബോഡി ഗാർഡിലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പടം കാണുമ്പോൾ അതന്നെയല്ലേ ഇത് എന്നുള്ള ചില സീൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പറക്കും തളികയിലെ കുറച്ച് അതേപോലുള്ള കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദിലീപേട്ടൻ്റെ പഴയ പടങ്ങളിലെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒരു റെപ്യൂട്ടേഷനായിട്ട് നമുക്കിങ്ങനെ ഫീലാകും. പിന്നെ ഇതിലെ ഒരു പ്രണയം പറയുന്ന അതൊക്കെ ഒരു നല്ലൊരു മൂഡിൽ നമുക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുള്ളത് പറഞ്ഞാൽ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ലയിച്ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു സമയത്തൊരു പാട്ടും നന്നായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പാട്ട്. പിന്നെ അതിൽ ആ വോയിസ് ഓവർ, ആ പ്രണയത്തിൻ്റെ ആ സമയത്തുള്ള ആ വോയിസ് ഓവർ എന്ന് പറയുന്നത് അത് കറക്റ്റ് മഞ്ജു വാര്യരുടെ അതേ വോയിസ്. നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് ദിലീപേട്ടൻ പറയുന്നു, ഇപ്പുറത്തെ സ്ഥലത്ത് നിന്ന് മഞ്ജു ചേച്ചി പറയുന്നു. ആ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എനിക്കതാട്ടോ തോന്നിയത്. മഞ്ജു വാര്യരുടെ അതേ ആ ഒരു ടോണാണ് അതിൽ ആ ഒരു ഡബ്ബിങ്ങിൽ വരുന്നത്. അതാരാന്നറിയില്ല. പിന്നെ ഒരു ഡോഗായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു ഇമോഷൻ സീനും അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ദിലീപേട്ടൻ്റെ ആ ഇമോഷൻ സീനൊക്കെ നന്നായിട്ടുണ്ട്. ദിലീപേട്ടൻ ഇത്രയും മാറി നിന്നിട്ടും പുള്ളിക്കാരൻ്റെ ടച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ വിട്ടുകിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ പുള്ളി നന്നായിട്ട് കൈകാര്യം ചെയ്തു. പക്ഷേ ആ ഇമോഷനിലൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒത്തിരി പുറകോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ്. അതൊക്കെ ഒന്നുകൂടി നന്നാക്കായിരുന്നു. അത് ഒരു വൃത്തിക്ക് അത് കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി സ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഒരു പോരായ്മ പോലെ കുറേ സ്ഥലത്തൊക്കെ നമുക്ക് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂ ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്.
അതങ്ങനെയല്ലേ ഇതിങ്ങനെ ആവും ഇങ്ങനെ ആവുന്നൊക്കെ നമുക്ക് തന്നെ കാണുന്ന പ്രഡിക്റ്റബിൾ ആണ്. എനിവേ എന്തായാലും പടം വലിയ കുഴപ്പമില്ല, പടം ഓക്കെയാണ്, ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഒരു ഫാമിലിക്കൊക്കെ ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ മലയാള സിനിമ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആ ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ജയിച്ചോളുന്നില്ല. പക്ഷേ നമ്മളൊന്ന് പ്രതീക്ഷിക്കാതെ ഒരു കൂൾ മൈൻഡ് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൺ ടൈമിൽ വാച്ച് ചെയ്ത് പോരാൻ പറ്റുന്ന ഒരു ദിലീപേട്ടൻ്റെ ഇതുവരെ റീസെൻ്റ്ലി ഇറങ്ങിയതിൽ വെച്ച് തിരക്കേടില്ലാത്ത നല്ലൊരു മൂവി. ഓക്കെ, അപ്പം അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ വിനീഷ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.